തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ഓഫീസർ കമാൻഡന്റ് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. റിപ്പോർട്ട് കിട്ടും വരെ ഓഫീസ് കമാൻഡന്റിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പൗരസ്ത്യകൽതായ സുറിയാനി സഭ എമിരറ്റസ് ബിഷപ്പ് മാർ യോഹന്നാൻ യോസഫിനെ സസ്പെൻഡ് ചെയ്തു. സഭാസ്ഥാനത്ത് ചേർന്ന സുനഹദോസ് യുഗമാണ് സസ്പെൻഡ് ചെയ്തത്. മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തക്കെതിരെ പ്രതിഷേധം. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേരിൽ 2 പേർ മുങ്ങി മരിച്ചു. ബന്ധുക്കളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വയറിളക്കവും ഛർദിയുമായി 85 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. കൊടുങ്ങല്ലൂർ കോതവർമ്പിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് എസ്ഐ മരിച്ചു. എറവ് കപ്പലുവിളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞ 3 പേർക്ക് പരിക്ക്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടക്കമായി. നീരൊഴുക്ക് സുഗമമാക്കാൻ തോടുകളുടെയും കാനകളുടെയും ശുചീകരണ പ്രവൃത്തികൾ തുടരുന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ വനിതാ ഹവിൽദാർ മേലുദ്യോഗസ്ഥനായ ഓഫീസർ കമാൻഡന്റിൽ നിന്നും നേരിട്ട അപമാന പരാതിയിൽ ഉടൻ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അക്കാദമി ഡയറക്ടർ നിർദ്ദേശം നൽകി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അന്വേഷിക്കുന്ന അക്കാദമിയിലെ വനിതകളുടെ നേതൃത്വത്തിലുള്ള ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി കൈമാറി അന്വേഷണം ആരംഭിച്ചു. റിപ്പോർട്ട് കിട്ടും വരെ ഓഫീസർ കമാൻഡന്റിനെ താൽക്കാലികമായി ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർക്കെതിരെയാണ് പരാതി ലഭിച്ചത്. പരാതി ലഭിച്ചയുടൻ അക്കാദമിയിലെ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിക്ക് പരാതി കൈമാറി അന്വേഷണം തുടങ്ങിയിരുന്നുവെന്നും അക്കാദമി ഡയറക്ടർ പറഞ്ഞു. പൗരസ്ത്യ കൽതായ സഭ എമിരറ്റസ് ബിഷപ്പ് മാർ യോഹന്നാൻ യോസഫിനെ സസ്പെൻഡ് ചെയ്തു. ഇറാഖിലെ എർബിലിലുള്ള പാത്രിയർക്ക് ആസ്ഥാനത്ത് നടന്ന സുൻഹദോസിലാണ് സസ്പെൻഡ് ചെയ്തത്. സഭയുടെ പരമോന്നത അധികാരസ്ഥാനമായ പരിശുദ്ധ സുൻഹദോസിനെ പരസ്യമായി ധിക്കരിക്കുകയും സുൻഹദോസിനോട് അനുസരണക്കേട് കാണിച്ചതിനെയും തുടർന്നായിരുന്നു സസ്പെൻഷൻ. സഭാ അധ്യക്ഷൻ മാർ ആവ മൂന്നാമൻ സുൻഹദോസ് അധ്യക്ഷത വഹിച്ചു. പൗരസ്ത്യകൽതായ സുറിയാനി സഭാ അധ്യക്ഷൻ മാർ ഔഗിൻ കുര്യാക്കോസിനെതിരെ പ്രതിഷേധം. തൃശൂർ പറവട്ടാനി മാർ അതായി ശ്രീഹ പള്ളിയിലാണ് വിശ്വാസികൾ മെത്രാപ്പൊലീത്തക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത്. മാർ യോഹന്നാൻ യോസഫ് എപ്പിസ്കോപ്പയെ സസ്പെൻഡ് ചെയ്ത സിനഡ് തീരുമാനം അറിയിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. മെഡിക്കൽ അവധിയിലായിരുന്ന എപ്പിസ്കോപ്പയ്ക്ക് നിർബന്ധിത വിരമിക്കൽ നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ എപ്പിസ്കോപ്പ കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് സിനഡ് ചേർന്ന് എപ്പിസ്കോപ്പയെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. തീരുമാനം പള്ളിയിൽ അറിയിക്കുന്നതിനിടയിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് മെത്രാപ്പൊലീത്ത വാഹനത്തിൽ കയറി മടങ്ങിപ്പോവുകയായിരുന്നു. പുത്തൻവേലിക്കര കോഴിത്തുരുത്തിൽ പെരിയാറിന്റെ കൈവഴിയിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. അവധിക്കാലം ആഘോഷിക്കാനായി ഒത്തുകൂടിയ സഹോദരങ്ങളുടെ മക്കളാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകര വെമ്പനാട്ട് വിനോദിന്റെ മകൾ 13 വയസ്സുള്ള ജ്വാലലക്ഷ്മി, പുത്തൻവേലിക്കര കുറ്റിക്കാട്ട് പറമ്പിൽ രാഹുലിന്റെ മകൾ 23 വയസ്സുള്ള മേഘ എന്നിവരാണ് പുഴയിൽ മുങ്ങി മരിച്ചത്. ഇവർക്കൊപ്പം പുഴയിൽ ഇറങ്ങിയ മേഘയുടെ സഹോദരി നേഹ രക്ഷപ്പെട്ടു. നേഹ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബിൽജയും റീജയും സഹോദരിമാരാണ്. ഇവരുടെ സഹോദരൻ ബിജോഷും ഭാര്യയും മകളും ഇവർക്കൊപ്പം പുഴയിലെത്തിയിരുന്നു. എന്നാൽ ഇവർ പുഴയിലേക്ക് ഇറങ്ങിയില്ല. ആഴം കുറഞ്ഞ പ്രദേശത്തിറങ്ങിയ മൂവരും മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് മുങ്ങിപ്പോയത്. ഇവർ മുങ്ങിപ്പോകുന്നത് കണ്ട ഒരാളാണ് നേഹയെ രക്ഷപ്പെടുത്തിയത്. മറ്റ് 2 പേരെയും 1 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിലാണ് കണ്ടെത്തിയത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ഒരു 5 പെൺപിള്ളേരും അവരുടെ അങ്കിളായിട്ടാണ് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട് ഇതാണ്. 3 പിള്ളേർ ഒഴുക്കിപ്പെട്ട് എന്ന് വെച്ചാൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള കുഴികളാണ് ഇവിടെ. ഈ പാലത്തിൻ്റെ ഈ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 അടി താഴ്ചയുള്ള കുഴിയാണ്. അത് ഈ പുതിയ ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. അതേപോലെ തന്നെ ആ കോർണറിലും ഒരു 20 അടിയോളം താഴ്ചയുള്ള കുഴിയാണ്. പിള്ളേർ ഇവിടെ കുളിക്കണ്ടായിരുന്നു. പിന്നെ ഒരു കുട്ടിയെ ഒഴുക്കിപ്പെട്ടപ്പോൾ മറ്റു 2 പേര് രക്ഷിക്കാൻ ചെന്നാണെന്നാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഓടി ചെന്നപ്പോഴേക്കും ഒരു കുട്ടീനെ അവിടെ പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ജവഹർ റോഡിൽ തറയിൽ സിജോയുടെ മകൻ ജെർമിയയാണ് മരിച്ചത്. വീട്ടിൽ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ആരും കണ്ടില്ലെന്ന് പറയുന്നു. വീടിന്റെ മുൻവശത്തുള്ള പാടത്തെ വെള്ളക്കെട്ടിൽ നാട്ടുകാരാണ് കുട്ടിയെ കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയെ പഴുവിൽ സെന്റ് ആന്റണീസ് മിഷൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി 85ഓളം പേർ ആശുപത്രികളിൽ ചികിത്സ തേടി. ശനിയാഴ്ച രാത്രി 8:30 സെയിൻ ഹോട്ടലിൽ നിന്നും പാഴ്സൽ വാങ്ങി കൊണ്ടുപോയി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്ന് പറയുന്നു. ഇന്നലെ ഒരു
30 കിലോ റൈസിന്റെ കുഴിമന്തി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 6 മണിക്ക് ശേഷം ആണ് കുറച്ച് പേര് ഇങ്ങനെ പാർസൽ കൊണ്ടുപോയത്. ഹോട്ടലുകാർ പറയുന്നത് നമ്മൾ പാർസൽ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചവർക്കാണ് വന്നിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് അർദ്ധരാത്രിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, പുതിയകാവ്, വലപ്പാട് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കുട്ടികളടക്കം പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഹോട്ടലിൽ പരിശോധന നടത്തി. കുഴിമന്തിയോടൊപ്പം നൽകിയ മയോണൈസാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് എസ്ഐ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊല്ലം സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന നാലുമാക്കൽ ബസ് സ്കൂട്ടറിന്റെ പുറകിലിടിച്ചായിരുന്നു അപകടം. ഇയാളുടെ തലയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ശ്രീകുമാർ മരിച്ചു. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. എറവ് കപ്പൽപ്പള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ചതിന് ശേഷം ടെലിഫോൺ ജംഗ്ഷൻ ബോക്സ് തകർത്ത് നടുറോഡിൽ തലകീഴായി മറഞ്ഞു. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കണ്ടശങ്കടവ് സ്വദേശികളായ വടക്കേത്തല ജോസഫ് പോൾ, അമ്മ നാൻസി പോൾ, ജോസഫിന്റെ മകൻ ബെഞ്ചമിൻ എന്നിവരെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണുത്തി പാണ്ടിപ്പറമ്പ് കോൺക്രീറ്റ് മിക്സിംഗ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ആർക്കും പരിക്കില്ല. ഞായറാഴ്ച രാവിലെയായിരുന്നു അപകടം. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാനയുടെ സംരക്ഷണ ഭിത്തി തകർന്ന് ലോറി കാനയിലേക്ക് മറിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പട്ടിക്കാട് ചാണോത്ത് ടിപ്പർ ലോറി കനാലിലേക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ചുമട്ടുതൊഴിലാളി മരിച്ചിരുന്നു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറുകളും ജീപ്പും തമ്മിലിടിച്ച് 3 പേർക്ക് പരിക്ക്. എരുമപ്പെട്ടി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും പറപ്പൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറും മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ജീപ്പുമാണ് കൂട്ടിയിടിച്ചത്. കാറിലുണ്ടായിരുന്ന എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ വർഗീസിന്റെ ഭാര്യ ജെല്ലി, മകൾ സ്നേഹ, ബന്ധു ജോസ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ ഓടിച്ചിരുന്ന മകൻ ബിജിൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേച്ചേരി ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ മുന്നിൽ പോയിരുന്ന ജീപ്പിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് ജീപ്പിലും ഇടിച്ചു. മറ്റു വാഹനത്തിലുള്ളവർക്ക് പരിക്കില്ല. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പെരിങ്ങോട്ടുകരയിൽ വീടിന്റെ ചുമർ ദേഹത്ത് വീണ് തൊഴിലാളിയുടെ വലതുകൈയേറ്റു. ചാഴൂർ മാങ്ങാട്ടുപടം രാമാനുജനാണ് അപകടത്തിൽപ്പെട്ടത്. വലതുകൈ വേർപെട്ട നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിച്ച ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുത്തേടത്തറയിൽ കിണറിന്റെ അരികിൽ മണ്ണ് നിറയ്ക്കുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. ഇരുനില വീടിനോട് ചേർന്നുള്ള കിണറിന്റെ വശം ഇടിഞ്ഞ് താഴ്ന്നത് മൂലം വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. ഇതിലേക്ക് മണ്ണിറക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. രാമാനുജനും സഹായിയും ചേർന്ന് തറയുടെ ഒരു ഭാഗം പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ശബ്ദത്തോടെ ചുമർ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. കിണറിനോട് ചേർന്നുള്ള തറയിലെ കോൺക്രീറ്റും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി നരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വീട്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടക്കമായി. ജയ്ഹിന്ദ് മാർക്കറ്റിൽ മേയർ MK വർഗീസ് ശുചീകരണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു. അതേസമയം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുവാനും നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുമായി തോടുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്കും തുടക്കമായി. 114 കിലോമീറ്ററിലെ തടസ്സങ്ങൾ നീക്കാൻ 194 പദ്ധതികൾക്കായി 2 കോടി രൂപയാണ് കോർപ്പറേഷൻ ചെലവഴിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിൽ നഗരം വെള്ളത്തിൽ മുങ്ങിയത് വ്യാപക വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി പടിക്കല സാജന്റെ മകൾ ഡോണയുടെ മൃതദേഹം സംസ്കരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. 4 മാസം മുൻപ് അവധിക്ക് വന്നുപോയ മകളുടെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചതോടെ അമ്മ ഫ്ലോറിയും മറ്റ് ബന്ധുക്കളും പൊട്ടിക്കരഞ്ഞു. ചാലക്കുടി ഫൊറോന വികാരി ഫാദർ ജോളി വടക്കന്റെ കാർമ്മികത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ എബി ജോർജ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ പൂരം എക്സിബിഷൻ തിങ്കളാഴ്ച സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, TN പ്രതാപൻ MP തുടങ്ങിയവർ പങ്കെടുക്കും. പാറളം പള്ളിപ്പുറത്തു നിന്ന് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം അണ്ടിക്കോട്ടിൽ വീട്ടിൽ പരേതനായ രാമകൃഷ്ണന്റെ മകൻ 46 വയസ്സുള്ള സുജനാഥ് കൃഷ്ണനെയാണ് ബന്ധുവിന്റെ പണിതീരാത്ത വീടിന്റെ മുകളിൽ
മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 27 മുതൽ യുവാവിനെ കാണാതായിരുന്നു. ബന്ധുക്കൾ ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഞായറാഴ്ച വൈകിട്ടാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്ന് ദുർഗന്ധം വന്നതിനെ തുടർന്ന് സമീപവാസികൾ നോക്കിയപ്പോൾ മൃതശരീരം കണ്ടെത്തിയത്. ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോൾ മേഖലയെയും പുഴയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏനമാവ് റെഗുലേറ്ററിന്റെ നവീകരണം ഇനിയും വൈകിയേക്കും. റെഗുലേറ്റർ നവീകരണത്തിനുള്ള കരാർ നടപടികൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് നവീകരണം വൈകാൻ കാരണം. മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ജലവിഭവ വകുപ്പ് എറണാകുളം മെക്കാനിക്കൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന് കേസ് സംബന്ധിച്ച വിവരം അറിയിച്ചിട്ടുള്ളത്. റെഗുലേറ്ററിന്റെ നവീകരണ പണിക്ക് 2 പേരാണ് ടെൻഡർ നൽകിയത്. കുറഞ്ഞ തുക നൽകിയ കരാറുകാരന് കഴിഞ്ഞ ഫെബ്രുവരി 27 കരാർ ഉറപ്പിച്ചു. ഇതിൽ ആക്ഷേപമുന്നയിച്ച് രണ്ടാമത്തെയാൾ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നുവെന്ന് ജലവിഭവ വകുപ്പിന്റെ മറുപടിയിൽ പറയുന്നു. ചാലക്കുടി പുഴയിലെ പരിയാരം കൊമ്പൻപാറ തടയണയിലെ ഷട്ടർ മാറ്റാത്തത് കപ്പത്തോട്ടിൽ വെള്ളം കൂടാനിടയാക്കി. ഇതേ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷിയിടം വെള്ളത്തിലായി. വേനൽ മഴ ശക്തമാകുമെന്ന ധാരണയില്ലാതിരുന്ന ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ പുഴയിലെ തടയണയുടെ ഷട്ടർ മാറ്റിയിരുന്നില്ല. ഇതേ തുടർന്ന് പുഴയിലെ ജലനിരപ്പ് 1.5 അടി കൂടുകയായിരുന്നു. ഇതോടെ പുഴയിലേക്ക് വന്നു ചേരുന്ന കപ്പത്തോടിന്റെ ഒഴുക്ക് നിലച്ചു. ശക്തമായ മഴയിൽ കപ്പത്തോടിലൂടെ വരുന്നതും കൈവഴി തോട്ടിലേക്കുള്ളതുമായ വെള്ളമാണ് ഇതോടെ ഗതിമാറി ഒഴുകി കൃഷിയിടങ്ങളിലെത്തിയത്. പുഴയിലെ ജലനിരപ്പ് താഴാതെ ഇനി തടയണയിലെ ഷട്ടർ മാറ്റാനാവാത്ത സ്ഥിതിയാണ്. 60ഓളം കർഷകരുടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിളകളാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴത്തോട്ടത്തിൽ വെള്ളം കയറിയിട്ട് 3 ദിവസം പിന്നിട്ടു. കോടശ്ശേരി പഞ്ചായത്തിലെ പോത്തോടിത്തോട് കടന്നുപോകുന്ന കമ്പോളി പാടശേഖരത്തിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി ബാധിച്ചത്. നെല്ലിക്കൽ നാരായണൻ, കിഴക്കേക്കര ഷീബാപ്രസന്നൻ, ഉദനിപ്പറമ്പൻ ദേവസിക്കുട്ടി, ജിൻഡോ തുടങ്ങിയ കർഷകർക്കാണ് വ്യാപക നഷ്ടം സംഭവിച്ചത്. എടുത്ത് എല്ലാ കൊല്ലം കൃഷി ഇറക്കി കഴിഞ്ഞാൽ കിട്ടേണ്ട സമയം വരുമ്പോൾ വെള്ളം കയറിയൊക്കെ എല്ലാ കൊല്ലം വെള്ളത്തിൽ പോകും. 4 കൊല്ലമായിട്ട് ഞങ്ങൾക്ക് എന്നും ഇത് തന്നെ പണി. 500 വാഴ വെച്ച് തൈ കണ്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടായി. 500 വാഴ വെച്ചിട്ട് ആ വെള്ളം കയറി കണ്ണൊക്കെ നാശമായി പോയിട്ടാണ് പിന്നെ അത്രയും കിട്ടിയത്. അത്രയും കിട്ടിയിട്ട് ഇപ്പം അത് കൊലവെട്ടാറായിപ്പിക്കും. ആദ്യം വെള്ളം കയറി ഒക്കെ നാശമായി നിൽക്കണം. പരിയാരം പഞ്ചായത്ത് അധികൃതരും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തികഞ്ഞ അനാസ്ഥ കാണിച്ചതാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് കർഷകർ പറഞ്ഞു. ഈ ചെക്ക് ഡാമിൻ്റെ പല സമയങ്ങളിൽ ഊരാത്തതിൻ്റെ പേരിലാണ് ഇത്ര വെള്ളം കയറുന്നത്. ചെക്ക് ഡാമിൻ്റെ പല കൃത്യസമയത്ത് ഊരി കഴിഞ്ഞാൽ 1.5 മീറ്റർ വെള്ളം കുറയും. അത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധ കുറവാണ്. അത് ഞങ്ങൾ ബന്ധപ്പെട്ട് എപ്പോഴും അങ്ങനെ അറിയിക്കാറും കളക്ടർക്ക് വരെ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജനീഷ് എന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇത് ഊരിക്കാം പിടിക്കാം എന്ന് പറഞ്ഞു. ആദ്യം AXയോട് പറഞ്ഞു, AX അത് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് വിളിച്ചു പറഞ്ഞിട്ട് നാളെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷികളൊക്കെ പോലെ ഇപ്പോൾ 2 ദിവസം 24 മണിക്കൂർ ഏത് വാഴ കൃഷിയെ കൊള്ളിയൊക്കെ വെള്ളത്തിൽ കിടന്നാൽ കുറ്റിക്കാട് ചങ്കൻകുറ്റി പ്രദേശത്തും ആയിരക്കണക്കിന് വാഴകളും ഏക്കർ കണക്കിന് കപ്പ കൃഷിയും വെള്ളം കയറിയ നിലയിലാണ്. TCV ന്യൂസ്, ചാലക്കുടി. അന്തിക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ റോഡിന് മുകളിൽ BSNLന്റെ കേബിൾ മുറിഞ്ഞ് വേർപെട്ട് അപകടകരമായ വിധത്തിൽ ഉയർന്നു നിൽക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടും ശരിയാക്കാതെ അധികൃതർ. ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിനായി കുഴിയെടുത്തപ്പോഴാണ് BSNLന്റെ കേബിളുകൾ മുറിഞ്ഞത്. ഇതേ തുടർന്ന് അന്തിക്കാട് വെറ്ററിനറി പോളിക്ലിനിക്കിലെ ഫോൺ പ്രവർത്തനരഹിതമായി. നിരവധി തവണ BSNL അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് പോളിക്ലിനിക്കിലെ ഡോക്ടർ രേഖ പറഞ്ഞു. റോഡിൽ മുറിഞ്ഞു നിൽക്കുന്ന BSNLന്റെ കേബിളിൽ തട്ടി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും നാട്ടുകാർ പറഞ്ഞു. സമയത്ത് ആ മാന്തി ഇപ്പോൾ BSNL കേബിളിൻ്റെ കുറ്റിയാണ് പൊന്നി നിൽക്കുന്നത് കാണുന്നത്. ഇത് BSNL ഓഫീസിൽ പലവട്ടം പരാതി കൊടുത്തു. ഈ മൃഗാശുപത്രിയാണ് അവർ കൊടുത്തു. അവർക്ക് നെറ്റ് കണക്ഷൻ ഇല്ല. ഇതുവരെ BSNL ആളുകൾ വന്നിട്ട് അത് റിപ്പയർ ചെയ്യുക മെയിൻ്റെനൻസ് ചെയ്തില്ല. അപകടമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കെട്ടിമറിഞ്ഞ് വീഴുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. കർഷക കോൺഗ്രസ് ഉല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വിദ്യാ പുരസ്കാര സമർപ്പണവും പഠനോപകരണ വിതരണവും K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ്സൺ ജോസ് അധ്യക്ഷനായി. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, കോൺഗ്രസ് നേതാക്കളായ ഷാജു ഫ്രാൻസിസ്, ഫ്രാങ്കോ തൃക്കോക്കാരൻ, ശശി പോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു.
കടങ്ങോട് പഞ്ചായത്തിലെ അങ്കണവാടികൾ ശോചനീയാവസ്ഥയിലാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് നടത്തിയ സമരം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പറഞ്ഞു. LDF ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ 30 അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും ഉണ്ടായത്. MLA ഫണ്ടും ത്രിതല പഞ്ചായത്ത് ഫണ്ടും ഉപയോഗപ്പെടുത്തി 3 അങ്കണവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നുവെന്നും മീന സാജൻ പറഞ്ഞു. 30 അങ്കണവാടികളിൽ 3 അങ്കണവാടികൾ മാത്രമാണ് താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തും വാർഡും കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന കാലത്ത് നിർമ്മിച്ച ചെറുമനേങ്ങാട് 102 നമ്പർ അങ്കണവാടി ശുചിമുറി പോലും ഇല്ലാതെയാണ് കഴിഞ്ഞ 15 വർഷം പ്രവർത്തിച്ചിരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി. LDF ഭരണസമിതിയാണ് ശുചിമുറി നിർമ്മിച്ചു നൽകിയത്. അങ്കണവാടി കെട്ടിടത്തിന്റെ മതിൽ തകർന്നതുമൂലം വെള്ളം അകത്തേക്ക് തെറിക്കുന്നതിനാൽ താൽക്കാലികമായി വാടക കെട്ടിടത്തിലാണ് അങ്കണവാടി പ്രവർത്തിക്കുന്നത്. അങ്കണവാടികളുടെയും സ്ഥല ഉടമകളുമായുള്ള കരാർ പ്രകാരം ഏപ്രിൽ മാസം വരെയുള്ള വാടക ശിശുക്ഷേമ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇത് മറച്ചുവെച്ചാണ് 10 മാസത്തെ വാടക കുടിശ്ശിക നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് കള്ളപ്രചരണം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും മീന സാജൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ മുന്നിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ സമരത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്. കടങ്ങോട് പഞ്ചായത്തിൽ 30 അംഗൻവാടികളാണുള്ളത്. എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായ സ്ഥലമുണ്ട്, കെട്ടിടങ്ങളുമുണ്ട്. ചില അൺഫിറ്റായ കെട്ടിടങ്ങൾ ഉള്ള അംഗൻവാടികൾ ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആ കെട്ടിടത്തിലെ വാടക ഉടമസ്ഥരുമായി നിശ്ചയിച്ച് ICDS മുഖാന്തരം അവർക്കുള്ള വാടക കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നാണ് CDPOയുമായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ട് വാടക കിട്ടുന്നില്ല എന്നുള്ള പട്ടികജന മഹിളാ സമാജം കേരളയുടെ ജില്ലാ സമ്മേളനം കയ്പമംഗലത്ത് നടന്നു. ET ടൈസൺ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് രമണി അനീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പട്ടികജന സമാജം കേരള ജനറൽ സെക്രട്ടറി MS വിജയൻ, SC/ST ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നിഷ വരന്തരപ്പള്ളി, പട്ടിക വിഭാഗ സമാജം സംസ്ഥാന സമിതി അംഗം PM സുനിത, പട്ടികജന സമാജം കേരള ഉന്നതാധികാര കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രബാബു, ചാവക്കാട് ജില്ലാ രക്ഷാധികാരി MG സുന്ദരൻ, ജില്ലാ പ്രസിഡന്റ് KA സുബ്രഹ്മണ്യൻ, ജില്ലാ കൺവീനർ BP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. അത്തരത്തിലുള്ളതല്ല. നമ്മുടെ കുട്ടികൾ അല്ലേ അയ്യങ്കാളി അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി മുർമു ഒക്കെ ഉള്ള നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാൻ കഴിയും. പക്ഷെ തുമ്പൂർമൊഴി പത്തയാറിൽ വാഹനമിടിച്ച് കാട്ടുപന്നിക്ക് പരിക്ക്. പന്നിയെ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. പന്നിയെ ഇടിച്ച വാഹനം നിർത്താതെ പോയി. പഴഞ്ഞി അരുവായി കുഞ്ഞുകുളത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച നടപ്പാതയുടെ കോൺക്രീറ്റ് കട്ട ഇടിഞ്ഞു താഴ്ന്നു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കുളത്തിന് സമീപം നടപ്പാത നിർമ്മിച്ചത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10.65 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളത്തിന് സമീപം നടപ്പാത സ്ഥാപിച്ചത്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളമായ അരുവായി കുഞ്ഞുകുളം കേന്ദ്രീകരിച്ച് നീന്തൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയോട് ഓഫീസർ കമാൻഡന്റ് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി. റിപ്പോർട്ട് കിട്ടും വരെ ഓഫീസ് കമാൻഡന്റിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. പൗരസ്ത്യകാലത്തായ സുറിയാനി സഭ എമിരറ്റസ് ബിഷപ്പ് മാർ യോഹന്നാൻ യൂസഫിനെ സസ്പെൻഡ് ചെയ്തു. സഭാ ആസ്ഥാനത്ത് ചേർന്ന സുനഹദോസ് യോഗമാണ് സസ്പെൻഡ് ചെയ്തത്. മാറോഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്തയ്ക്കെതിരെ പ്രതിഷേധം. ചാലക്കുടി പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 പേരിൽ 2 പേർ മുങ്ങി മരിച്ചു. ബന്ധുക്കളായ ജ്വാലലക്ഷ്മി, മേഘ എന്നിവരാണ് മരിച്ചത്. പഴുവിൽ 2 വയസ്സുകാരനെ പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. വരളപ്പും ഛർദിയുമായി 85 പേർ ആശുപത്രിയിൽ ചികിത്സയിൽ. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരനായ റിട്ടയർഡ് SI മരിച്ചു. ഇറവ് കപ്പലുപള്ളിക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് തലകീഴായി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടക്കമായി. നീരൊഴുക്ക് സുഗമമാക്കാൻ തോടുകളുടെയും കാനകളുടെയും ശുചീകരണ പ്രവൃത്തികൾ തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.